നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് പോലീസ് അറിയിച്ചു. അർജുൻ ആയങ്കിയെ കോതമംഗലത്ത് എത്തിച്ചിരിക്കുകയാണ്. കോതമംഗലം മജിസ്ട്രേറ്റിന് മുന്നിൽ അർജുനെ ഹാജരാക്കി. കോതമംഗലം ഊന്നുകൽ SHOമാരെ സമൂഹമാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ എറണാകുളം കൂടാമ്പുഴ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ എടുത്തു. തലശ്ശേരി സബ് ജയിലിൽ നിന്നും പ്രൊട്ടക്ഷൻ വാറന്റ് ഹാജരാക്കിയ ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹമാധ്യമങ്ങളിലൂടെ അവഹേളിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്ന അർജുൻ ആയങ്കിയെ ഇന്നലെ രാവിലെയാണ് തിരികെ തലശ്ശേരി CJM കോടതിയിൽ ഹാജരാക്കിയത്. അർജുൻ ആയങ്കിയെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് കൂട്ടമ്പുഴ പോലീസ് ജയിലിലെത്തുകയായിരുന്നു. അതേസമയം അർജുൻ ആയങ്കി ഒളിവിൽ കഴിയുന്ന സമയത്ത് യാത്രയ്ക്കായി ഉപയോഗിച്ച കാർ തളിപ്പറമ്പിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബന്ധുവായ കുട്ടന്റെ കാറാണ് തളിപ്പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച കേസിൽ അർജുൻ ആയങ്കിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ മൊബൈൽ ഫോൺ അടക്കം നിർണായക തെളിവുകൾ സൈബർ സംഘം പരിശോധിച്ചിരുന്നു. എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ്. 5 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിയുന്നതിനാലാണ് അർജുൻ ആയങ്കിയെ വീണ്ടും തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ ദിവസം അർജുൻ ഒളിവിൽ കഴിഞ്ഞ തളിപ്പറമ്പിലും പയ്യന്നൂരിലും പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തിയിരുന്നു. അർജുന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നിർണായക തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചിരുന്നു. ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റിടാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന ഫോണാണ് കണ്ടെത്തിയത്. അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിന് സമീപത്തെ ഷൂറാക്കിനുള്ളിൽ നിന്നാണ് മൊബൈൽ ഫോൺ ലഭിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് താൻ തന്നെയെന്ന് അർജുൻ ആയങ്കി മൊഴി നൽകിയിരുന്നു. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ കണക്ഷനാണ് ഇതിന് ഉപയോഗിച്ചതെന്നും മൊഴിയുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ ആഭ്യന്തരമന്ത്രിയെ അധിക്ഷേപിച്ച കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ അർജുൻ ആയങ്കിയെ കണ്ണൂർ സൈബർ SHOയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും വെല്ലുവിളിച്ച് FB പോസ്റ്റ് ഇട്ടത് താൻ തന്നെയാണെന്ന് അർജുൻ ആയങ്കി അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലെയും സുഹൃത്തുക്കളുടെയും മൊബൈൽ ഫോണിലെയും വൈഫൈ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. തന്റെ FB അക്കൗണ്ട് മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ല. തന്റെ ഐഫോണിൽ നിന്നാണ് FB അക്കൗണ്ട് ഉപയോഗിച്ചതെന്നും അർജുൻ മൊഴി നൽകി.